ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരിഹി. ഒരു ദിവസം ഇങ്ങനെ യാത്ര പോവാണ്. ഈ യാത്രക്കിടയിൽ നബിയും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു അൻസാരിയായ മദീനത്തുള്ള ഒരു സ്ത്രീ അതിന്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുക. അവരുടെ വാഹനമാണ് നാഖത്താണ്, ഒട്ടകമാണ് അവരുടെ വാഹനം. ഇപ്പൊ നമ്മുടെ വാഹനം പോകുമ്പോ എത്ര ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി മുന്നേക്ക് പോകണില്ലെങ്കിൽ നമുക്ക് വണ്ടിയോട് ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്ന പോലെ ഈ ഒട്ടകം വല്ലാതെ മുന്നോട്ട് പോണില്ല. നല്ല ക്ഷീണം കണ്ടപ്പോ, അലസത കാണിച്ചപ്പോ, ആ ഒട്ടകം വല്ലാതെ അലസതയും ക്ഷീണവും കാണിക്കുന്നത് കണ്ടപ്പോൾ അവൾ ആ ഒട്ടകത്തെ ശപിച്ചു. ആ വാഹനം അവരുടെ വാഹനമായിരുന്നതിന് ശപിച്ചു. فسمع ذلك رسول الله صلى الله عليه وسلم. അപ്പോ അവര് ഈ വാഹനപ്പുറത്ത് യാത്ര പോയിരുന്ന ആ വാഹനം അവർ ഉപേക്ഷിച്ചു. അതിലുള്ള എല്ലാ സാധനങ്ങളും അവരോട് എടുക്കാൻ പറഞ്ഞു. വിധങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ, ആ ശാപവാക്കുകൾ കേട്ടപ്പോ വിധങ്ങൾ അവരോട് പറഞ്ഞു, പെണ്ണെ, നീ അതിന്റെ മേലെ വെച്ചിരിക്കുന്ന ലഗേജും സാധനങ്ങളൊക്കെ വേണ്ടി കൊടുക്കുക. ഇനി നീ ആ ഒട്ടകത്തിനെ ഒട്ടേക്ക്. അത് ശാപമേറ്റിരിക്കുന്ന ഒരു ഒട്ടകമാണ്, നീ അതിനെ ഒട്ടേക്ക്. അത് കേട്ടിട്ട് ഇമ്രാൻ ബിൻ ഹുസൈൻ, ഈ യാത്രയിൽ ഉണ്ടായിരുന്ന ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് ഞാൻ ആ ഒട്ടകത്തിനെ കാണുന്നത് ജനങ്ങൾക്കിടയിൽ അലഞ്ഞു നടക്കുന്നതാണ്. ആരും ആ ഒട്ടകത്തിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെയാണ് പോകുന്നത്. നമുക്ക് ചിലപ്പോൾ പറയാറില്ലേ, അത് ഇന്നാളുടെ ശാപാണ്, അത് മറ്റാളുടെ ശാപാണ്. ചില വാക്കുകളൊക്കെ ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നുണ്ട്, നിങ്ങൾ ചീത്ത പറയുന്നവരും ആക്ഷേപിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ശാപവാക്കുകൾ ചൊല്ലുന്നവരുമായി നിങ്ങൾ മാറാൻ പാടില്ല. നമ്മളെപ്പോഴും സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, അല്ലാഹനെ സൂക്ഷിക്കുക, അതേപോലെ തന്നെ മാന്യമായ നല്ലതായ വാക്കുകൾ പ്രയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി പറഞ്ഞ ഹദീസിലെ വാക്കിൽ കാണാൻ സാധിക്കും, നരകത്തിൽ ഏറ്റവും അധികം ഞാൻ സ്ത്രീകളെ കാണുകയുണ്ടായി. സ്ത്രീ സമൂഹമേ, നിങ്ങൾ നന്നായി സ്വതക്ക ചെയ്യണം. സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ അങ്ങനെ പറയാനുള്ള കാരണം? നിങ്ങൾ ശാപ സംസാരങ്ങൾ അധികരിപ്പിക്കുന്നവരാണ്. നശിക്കട്ടെ, തുലയട്ടെ, നന്നാവില്ല, ഒരു കാര്യമില്ല, ഇങ്ങനെ ശാപസ്വരം വരുന്ന വാക്ക് പറയുന്നവരാണ്. തന്റെ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന വിഷയത്തിലും അവൾ ഉണ്ട്. ഇത് മതി അവൾ നരകത്തിൽ ഏറ്റവും അധികം പ്രവേശിക്കാനുള്ള കാരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകന്റെ വാക്ക്, ലാ യൻബഗി ലിസുദ്ദീഖിൻ, ഒരു സത്യസന്ധനായ മനുഷ്യന് യോജിച്ച പണിയല്ല ശാപവാക്കുകൾ അധികരിപ്പിക്കുക എന്നത്. ഒരു സത്യസന്ധനായി ജീവിക്കുന്ന മനുഷ്യന്റെ നാവിന്ന് അത്തരം പ്രയോഗങ്ങൾ പോലും വരാൻ പാടില്ല. റിപ്പോർട്ടിൽ ഇമാം അബൂ ദാവൂദ് തുർമുദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി പഠിപ്പിക്കുകയുണ്ടായി, ലാ തലാഅനു ബിലഅനതില്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, വലാ ബിഗദബിഹി, അല്ലാഹുവിന്റെ കോപമുണ്ടാകട്ടെ, വലാ ബിന്നാർ, അവനൊക്കെ നരകത്തിൽ പോകട്ടെ എന്ന സ്വരത്തിൽ നിങ്ങൾ ശപിക്കരുത്. നിങ്ങൾ ശപിക്കരുത്. വിശ്വാസി അങ്ങനത്തെ ആളല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്, ലൈസൽ മുഅ്മിനു ബിത്ത്അനി, ഒരു മുഅ്മിൻ
അധിക്ഷേപം പറയുന്നവനാവില്ല. അത് ഏത് രംഗം, അവൻ ഏത് രംഗത്ത് ഇടപെട്ടവനാണ്. വലല്ലആനി, അവൻ ശാപം സംസാരിക്കുന്ന ശാപവാക്ക് ചൊരിയുന്നവനല്ല. വലൽ ഫാഹിഷി, അസഭ്യം പറയുന്ന അശ്ലീലം പറയുന്നവനാവൂല. വലൽ ബദീഇ, ആഭാസങ്ങൾ പറയുന്നവനാകില്ല, അസഭ്യവാക്കുകൾ ഉപയോഗിക്കുന്നവനാകില്ല. ഈ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ വാക്ക് വമൻ ലഅന മുഅ്മിനൻ, ഒരു മുഅ്മിനിനെ ഒരാൾ ശപിച്ചാൽ അവനൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കൂല, അവനൊന്നും നന്നാവൂല എന്നൊക്കെ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ ശപിച്ചാൽ ഫഹുവ കഖത്ലിഹി, അവനെ കൊല്ലുന്നതിന് തുല്യമാണ്, അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഹദീസുകൾ 10-17ഓളം ഹദീസുകൾ ആ വിഷയത്തിൽ അതിന്റെ ഗൗരവം പറയുന്ന വാക്കുകൾ കാണാൻ സാധിക്കും. ചില മനുഷ്യന്മാര് അവരുടെ സ്വന്തത്തിനെതിരെ, അവരുടെ മക്കൾക്കെതിരൊക്കെ ശാപവാക്കുകൾ പറയുന്ന ആളുകൾ ഉണ്ടാകും. എറിയപ്പെട്ട കല്ല് പോലെയാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളൊക്കെ പറയാറുണ്ട്, എറിയപ്പെട്ട കല്ല് പോലെയാണ്, തിരിച്ചെടുക്കാൻ കഴിയില്ല കേട്ടോ, തിരിച്ചെടുക്കാൻ കഴിയില്ല. സൂക്ഷിക്കണം. നമ്മുടെ നാവ്, നമ്മുടെ സംസാരം ശാപത്തിനും അസഭ്യത്തിനും അശ്ലീലമായ വർത്തമാനങ്ങൾക്കും ഉപയോഗപ്പെടുത്തരുത്. ഒരു മനുഷ്യൻ നരകത്തിലെത്താനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ഫമു, വായ ആണ്. വൽ ഫർജു, ലൈംഗിക അവയവമാണ്. വായ എന്ന് പറഞ്ഞതിൽ തൊക്കപ്പെട്ടു നാവ്, സംസാരം എല്ലാം. വൽ ഫർജു, ലൈംഗിക വിശുദ്ധി സംരക്ഷിക്കുന്നിടത്തുണ്ടാകുന്ന അബദ്ധങ്ങളാണ് ഏറ്റവും അധികം നാളുകൾ നരകത്ത് പ്രവേശിക്കാനുള്ള 2 കാരണങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വഹയാകുന്ന വിശുദ്ധ ഖുർആൻ, അതിൽ ഓരോ അധ്യായങ്ങളും പഠിച്ചു തീരുമ്പോൾ ഒരു വിശ്വാസിക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്, ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട്, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഓരോരുത്തർക്കും ബോധ്യപ്പെടും. വായിക്കും തോറും ഒരാൾക്ക് അവന്റെ അറിവിലുള്ള അറിവില്ലായ്മയെ തിരുത്താൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം ശക്തമായി അറിവിനെ പ്രചരിപ്പിക്കുന്ന, അറിവിന്റെ പ്രചരണത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അറിവില്ലായ്മ വ്യാപിക്കും. വലിയ ഫിത്നയാണ് അറിവില്ലായ്മ വ്യാപിക്കുക എന്നത്. അതിന്റെ പരിഹാരം എന്താ? അറിവ് തേടുക, അറിവ് പഠിക്കുക എന്ന്. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ തിരുവചനങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരവും നഷ്ടപ്പെടാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട